ഒരിക്കൽ കൈപൊള്ളിയ അയ്യപ്പ ഭക്തിയുമായി സർക്കാരും CPM-ഉം വീണ്ടും രംഗത്തെത്തുകയാണ്. സെപ്റ്റംബർ 20-ന് പമ്പയിൽ നടത്താൻ നിശ്ചയിച്ച അയ്യപ്പ ഭക്ത സംഗമമാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. സർക്കാരല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് സംഗമം നടത്തുന്നത് എന്ന് സർക്കാർ പറയുന്നുണ്ട് എങ്കിലും പരിപാടി സർക്കാർ സ്പോൺസേഡ് ആണ് എന്നും അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്നുമുള്ള വിമർശനങ്ങൾ ഏറെ വരുന്നുണ്ട്. 2019-ൽ സുപ്രീം കോടതി നടത്തിയ ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിധിയെ തുടർന്നുണ്ടായ വിവാദങ്ങൾ കേരളം കണ്ടതാണ്. അന്ന് രാഷ്ട്രീയ ചേരി രൂപപ്പെട്ടില്ല എങ്കിൽ പോലും സർക്കാർ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. കോൺഗ്രസും BJP-യും അടക്കം അന്ന് സർക്കാരിന് എതിരായിരുന്നു. ഇന്നും സ്ഥിതി മറിച്ചല്ല. വാദപ്രതിവാദങ്ങളുമായി സർക്കാരും പ്രതിപക്ഷവും BJP-യും എല്ലാം രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് CPM-ഉം സർക്കാരും അയ്യപ്പ സംഗമത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്ന സംശയം ജനിപ്പിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനകളും മറുപടിയും ഒപ്പം 2019-ൽ നടന്ന സംഭവങ്ങളും ഒരു നിദാനമാകുന്നുണ്ട്. പുതിയ ഒരു രാഷ്ട്രീയ സംവാദത്തിന് തന്നെയാണ് അയ്യപ്പ ഭക്ത സംഗമം കളമൊരുക്കിയിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരാളെയും സംഗമത്തിൽ നിന്ന് ഒഴിവാക്കില്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. യേശുദാസ്, മോഹൻലാൽ, ശിവമണി, ജയറാം തുടങ്ങിയവർ ഉൾപ്പെടെ പ്രശസ്തരായ അയ്യപ്പ ഭക്തരെയും ക്ഷണിച്ചിട്ടുണ്ട്. സർക്കാരും CPM-ഉം ഉറച്ച നിലപാടുകളോടെ ഒരു ചേരിയിലും മറുചേരിയിൽ കോൺഗ്രസും BJP-യും ഹൈന്ദവ സംഘടനകളും നിലകൊള്ളുന്നു. ഇതോടെ 2019-ൽ നടന്ന സ്ത്രീ പ്രവേശനവും നാമജപ ഘോഷയാത്രയും പോലുള്ള സമാനമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഒരു വ്യത്യാസം മാത്രമാണ് ഇത്തവണയുള്ളത്. അത് അന്ന് സർക്കാരുമായി ഇടഞ്ഞു നിന്നിരുന്ന NSS ഇത്തവണ സംഗമത്തെ അനുകൂലിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട നിലവിലെ രാഷ്ട്രീയ സംവാദങ്ങളെല്ലാം പരിശോധിച്ചാൽ CPM എന്താണ് ഇത്തരം അയ്യപ്പ സംഗമത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്ന സംശയം ഉയരുന്നത് സ്വാഭാവികമാണ്. സമീപകാലങ്ങളിലായി CPM കേവലം തെരഞ്ഞെടുപ്പ് വിജയത്തിനായി സ്വന്തം ആശയാദർശങ്ങൾ ബലി കഴിക്കുന്നില്ലേ എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ തെറ്റു പറയാനൊക്കില്ല. കാരണം തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി നേരിടുമ്പോഴെല്ലാം വിശ്വാസത്തെയും ഭക്തിയെയും കൂട്ടുപിടിക്കുന്ന CPM നിലപാട് അടുത്തിടെയായി ധാരാളം കാണാൻ സാധിക്കും. ഇപ്പോൾ തന്നെ ലോകത്തിന് തന്നെ മാതൃകയായ ആരാധനാലയമാണ് എന്നാണ് മുഖ്യമന്ത്രി ശബരിമലയെ വിശേഷിപ്പിച്ചത്. 2019-ൽ നടന്ന ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കൈപൊള്ളിയതാണ് CPM-ന്. അന്ന് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് തിരിച്ചടി നേരിടുകയും ചെയ്തതാണ്. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമാണ് CPM-ന് നേടാനായത്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുവെന്ന് അവകാശപ്പെടുമ്പോഴും അത് വേറിട്ട ഒരു സാഹചര്യമായിരുന്നുവെന്ന് കാണണം. പക്ഷേ 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും CPM-ന് അടിപതറി. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മുന്നേറ്റമുണ്ടാക്കിയതും ശബരിമല വിഷയവുമായി കൂട്ടി വായിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഹിന്ദു വോട്ട് ബാങ്ക് കൂടി ലക്ഷ്യമിട്ടാണോ ഈ സംഗമമെന്ന് സംശയം ഉയരുന്നത് സ്വാഭാവികമാണ്. കാരണം 2024-ൽ CPM-ന്റെ ഹിന്ദു വോട്ട് ബാങ്കിൽ വലിയ രീതിയിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ഈഴവ വോട്ട് ബാങ്കിലും ദളിത് വോട്ട് ബാങ്കിലും വലിയ ചോർച്ചയുണ്ടാക്കാൻ ശബരിമല നീക്കം ഇടയുണ്ടാക്കിയെന്ന് CPM മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വോട്ട് ബാങ്കുകളെല്ലാം തിരിച്ചു പിടിക്കാൻ പുതിയ സ്ട്രാറ്റജികൾ നടപ്പിലാക്കേണ്ടി വരും. ഇത് CPM കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് CPM ഇടപെട്ട സർക്കാരിന്റെ നേതൃത്വത്തിൽ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത് എന്ന് മനസ്സിലാക്കാം. വ്യക്തമായും ഹൈന്ദവ വോട്ടുകളും അതിൽ തന്നെ കേരളത്തിൽ നിർണായക ശക്തിയായി വളർന്നു വരുന്ന ഈഴവ വോട്ട് ബാങ്കും തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യം തന്നെയായിരിക്കാം CPM-ന്റെ മനസ്സിൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് സംഗമം നടത്തുന്നത് എന്ന് പറയുന്നുണ്ട് എങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടാണ് സംഗമത്തിന്റെ മുഴുവൻ ചുക്കാനും പിടിക്കുന്നത്. മന്ത്രി VN വാസവനാണ് എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്നത്. സംഗമം BJP രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് എന്നും അങ്ങനെ BJP രാഷ്ട്രീയമായി ഇടപെട്ടാൽ രാഷ്ട്രീയമായി തന്നെ അതിനെ തിരിച്ചടിക്കുമെന്നും അയ്യപ്പ ഭക്തരുടെ താല്പര്യത്തോട് യോജിക്കുന്ന എല്ലാവർക്കും പരിപാടിയിൽ പങ്കെടുക്കാമെന്നുമാണ് മന്ത്രി പറയുന്നത്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മന്ത്രിയുടെ മറ്റൊരു പ്രസ്താവനയുണ്ട്. ഈ വർഷത്തെ നവരാത്രി വിഗ്രഹ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നാണ് മന്ത്രി VN വാസവൻ പറഞ്ഞിരിക്കുന്നത്. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയിൽ ആന എഴുന്നള്ളിപ്പിന് തടസ്സങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ നിയമപരമായി വേണ്ട കാര്യങ്ങൾ വകുപ്പ് തല ഏകോപനത്തിലൂടെ പൂർത്തിയാക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. അപ്പോൾ ശബരിമലയിൽ മാത്രമല്ല വിശ്വാസികളുടെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ മന്ത്രിക്കും പ്രത്യേകിച്ച് CPM-നും വല്ലാത്ത കരുതലാണ്. ഇലക്ഷനൊക്കെ അടുത്തല്ലോ, അതാകാം.
ഇനി എന്താണ് അയ്യപ്പ ഭക്ത സംഗമം എന്ന് നോക്കാം. ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികത്തിന്റെ കൂടി ഭാഗമായാണ് പമ്പയിൽ അയ്യപ്പ സംഗമം. തത്വമസി എന്ന വിശ്വമാനവികതയുടെ സന്ദേശം ലോകമൊട്ടാകെ പ്രചരിപ്പിക്കാനും ശബരിമലയെ ഒരു ദൈവിക പാരമ്പര്യ സുസ്ഥിര ആഗോള തീർത്ഥാടന കേന്ദ്രമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ സംഗമം. കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള അയ്യപ്പ ഭക്തരെ ഒരു വേദിയിൽ കൊണ്ടുവരും. 3000 പ്രതിനിധികളെ സംഗമത്തിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. വിവിധ സെഷനുകൾ ഒരു ദിവസത്തെ ആഗോള സംഗമത്തിൽ ഉണ്ടാകും. 3000 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതിനായി പമ്പയിൽ തീർത്ഥാടന കാലത്ത് ഉണ്ടാക്കുന്നത് പോലെയുള്ള ഒരു ജർമ്മൻ പന്തൽ നിർമ്മിക്കും. ശബരിമലയുടെ പ്രശസ്തി വ്യാപിപ്പിച്ച് ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തുകയാണ് ലക്ഷ്യമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് പരിപാടി നടത്തുന്നത് എന്ന് BJP ഇതിനോടകം തന്നെ നിലപാടെടുത്തു കഴിഞ്ഞു. അയ്യപ്പ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്താൽ അത് തടയുമെന്നാണ് BJP അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷ വർഗീയതയെ വിട്ട് CPM ഭൂരിപക്ഷ വർഗീയതയെ പിടിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. മൊത്തത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾ ചൂഴ്ന്നു നിൽക്കുന്ന സംഗമ വിവാദത്തിനകത്തേക്ക് ഒറ്റ നിലപാടോടെ സാമുദായിക സംഘടനകളും ചുവടുവെക്കുന്നുണ്ട്. ഇത്തവണ സർക്കാരിൽ തങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് പിന്തുണ പ്രഖ്യാപിച്ച NSSന്റെ നിലപാടാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ തവണ 2019 നാമജപ ഘോഷയാത്രയടക്കം നടത്തി സർക്കാരിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചവരാണ് NSS. ഇക്കുറി NSS നിലപാട് മാറ്റി. അയ്യപ്പ സംഗമം നടത്തുന്ന സംസ്ഥാന സർക്കാർ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കാൻ മുൻപന്തിയിൽ നിൽക്കുമെന്നാണ് തങ്ങളുടെ വിശ്വാസമെന്നാണ് NSS വൈസ് പ്രസിഡന്റ് N സംഗീത് കുമാർ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു ആഗോള സംഗമം ശബരിമലയിലെ വികസനത്തിനും ഭക്തർക്കും ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനുള്ള വേദിയായി മാറുമെന്നുകൂടി NSS പറയുന്നുണ്ട്. ഇത് സർക്കാരിന് ആശ്വാസമാണ്. എന്നാൽ സർക്കാരിൻ്റേത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടോ സാമ്പത്തിക വിഷയമോ ആണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാകില്ല എന്ന് പറഞ്ഞ് യോഗക്ഷേമ സഭയും തങ്ങളുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? തെരഞ്ഞെടുപ്പ് തന്നെയാണ്.